അയ്യോ ചേട്ടാ മോളാണെന്ന് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ അവൾ ബെഡൊക്കെ വൃത്തിയേടാക്കും. അയ്യോ മോള് കരയുമ്പോഴെങ്കിലും നിനക്ക് ഈ പണ്ടാരും നിർത്തിക്കൂടെ എന്റെ സ്ത്രീക്കുട്ടി? എന്നും ഞാനല്ലേ മോളെ മൂത്രം ഒഴിപ്പിക്കുന്നേ, ഇന്ന് രാജേട്ടനൊന്ന് ഒഴിപ്പിച്ചേ. കൂടുതലായിട്ട് കറക്കാതെ കൈ ഊരിപ്പോവും. മോള് കരയല്ലേ, മോള് കരയല്ലേ, മോള് കരയല്ലേ. മോക്ക് സൂസ് ഒഴിക്കണോ, സൂസ് ഒഴിക്കണോ? കേട്ടോ. അയ്യോ എന്റെ പൊന്ന് സ്ത്രീക്കുട്ടി നീ കൊണ്ട് വാ. എന്റെ മോള് കരയല്ലേ, അച്ഛൻ കൊണ്ടുപോയി സൂസ് ഒഴിപ്പിക്കാം. എന്റെ മോളല്ലേ കരയല്ലേ. അച്ഛൻ ഇപ്പൊ രംഗത്താ. മോളെ നോക്കാൻ പറഞ്ഞിട്ട്. നോക്കാം നോക്കാം. ഇത് വാർത്തകളേ ഉള്ളൂ. മോൾ ഇവിടെ അച്ഛൻ്റെ അടുത്തിരുന്നു കേട്ടോ. ചേട്ടാ മോളെ നോക്കണേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അല്ല പിന്നെ പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. അച്ഛനിപ്പ വന്നേക്കാം. അങ്ങേലെ ഊപ്പിന്ന് ചത്തോടി നമുക്ക് ഇന്നൊന്നു പോകേണ്ടേ. ആ കവിതയും പാടിയിരുന്നു. ഇന്ന് ബാങ്കിൽ നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ. നീ ഹീറ്റ് ഓൺ ചെയ്തോ? ആ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പോയി കുളിച്ചാട്ടെ. കാപ്പി ഇഡ്ഡലി ദോശ മതിയായിരുന്നു. അയ്യോ ദോശ നാളെ ഉണ്ടാക്കാം. ഒരു ബാങ്ക് മാനേജർ വീട്ടിൽ ദോശയ്ക്ക് പോയി കുളിക്ക്. ശ്രീകുട്ടി നിന്റെ ടൈം. മോളെ ആഹാ നീ ഇവിടെ ഇരിക്കണോ? സ്കൂളിൽ പോണ്ട മോളെ, വാ വേഗം വാ മോളെ. അവിടെ ഇട്. വാ ശ്രീകുട്ടിയെ. എന്താ രായിട്ടാ? എന്റെ മുതൽ പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഇങ്ങോട്ട് വാ. ഇത് ആ കാർത്തികനെ എന്താ കാണാത്തത്? സുഖമില്ലാതെ പോയതല്ലേ, ചിലപ്പോ ഇന്ന് വന്നേക്കും. അയ്യോ അവർക്കൊരു അസുഖമില്ല. ആ ചെറുക്കന്റെ പലവട്ടം കണ്ടപ്പോഴേ വെച്ചാൽ അവർ പോകുന്നു. അവരിങ്ങ് വരട്ടെ. എന്റെ പൊന്ന് ശ്രീകുട്ടി, നിന്നോട് എത്ര നാളുണ്ട് ഞാൻ പറയുന്നു വല്ല കൊച്ചു പെമ്പിള്ളാരും കൂടി ജോലിക്ക് എടുത്താൽ. കൊച്ചു പെമ്പിള്ളേരെന്ന് വെച്ചാ ഒരു 10-22. ഒരു 16 വയസ്സായാലോ? അയ്യോ പാല് തെളിച്ചു. എന്റെ സോപ്പ്